രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ MLA ആണ്. അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ തടയുന്ന പ്രശ്നം ഇല്ല, തടയാൻ ആഗ്രഹിക്കുന്നുമില്ല. അയാളുടെ വികസന പ്രവർത്തനത്തിന് അയാൾക്ക് പങ്കെടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബോധപൂർവം ഒരു ശിക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല. ഒരു കേസെല്ലാം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കോടതി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മനഃപൂർവ്വം നമ്മൾ ഇറക്കി വിടുന്നതോ അല്ലെങ്കിൽ നോട്ടീസ് പേര് വയ്ക്കാത്തതോ ഞങ്ങളുടെ സംസ്കാരം അങ്ങനെയല്ല. അതേസമയം UDF ആണെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി മുഖ്യമന്ത്രി മുതൽ മുഖ്യമന്ത്രി, ഞാൻ, വാസവൻ, അങ്ങനെ എത്ര മന്ത്രിമാരാണ് ഒരു കാരണവുമില്ല രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബോളുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാജിവെക്കണമെന്നും എന്ന് പറഞ്ഞ് ഇപ്പോഴും വാസവൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് ബോളുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ എന്റെ പേരിൽ എപ്പോഴും എന്തോ ഒരു കാര്യത്തിന്റെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുതൽ ഇപ്പോൾ ഈ രാജിവെക്കുക എന്ന് പറയുന്നതിന് വിലയില്ലാതായി മാറി. ഇങ്ങനെ ആവർത്തിച്ച് UDF പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഇപ്പോഴും MLA ആണ്. അയാളുടെ സ്ഥലത്ത് വെച്ച് നടക്കുന്ന പരിപാടി വേണമെങ്കിൽ അതിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിലൊരു രാഷ്ട്രീയത്തിൽ മാന്യത കാണിക്കുക എന്നുള്ള നിലപാട് മാത്രമേ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അയാളുടെ ഇപ്പോൾ ഒരു സ്ഥാനത്ത് ഇരിക്കുകയാണ്. ആ കാര്യം മാത്രമേ പരിഗണിക്കപ്പെട്ടിട്ടുള്ളൂ. BJPയുടെ കൗൺസിലർ പക്ഷേ വേദിയിൽ ഇറങ്ങിപ്പോയി. അതൊക്കെ BJPയുടെ കൗൺസിലർ ഇറങ്ങിപ്പോയത് അവരുടെ പാർട്ടിയുടെ തീരുമാനമായിരിക്കും.